സ്ട്രെസ്സിൻ്റെ ഒരു കാരണം തന്നെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ് ആണ്. ഹൗവർ എങ്ങനെ വന്നാലും നമുക്ക് ചില സാഹചര്യങ്ങളിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് എടുക്കേണ്ടി വരാറുണ്ട്. വെൻ യു ആർ ഫീലിംഗ് സ്ട്രെസ്, കം ഔട്ട് ഓഫ് ദറ്റ് സിറ്റുവേഷൻ ആൻഡ് ട്രൈ ടു സീ യുവർ സെൽഫ്. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്യാരി മോഹൻ, ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ തണലോരം ആയുർവേദ വെൽനസ് റിട്രീറ്റ്, കൊട്ടാരക്കര, നീലേശ്വരം. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക, പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന ഉറക്കക്കുറവ്, മുടി കൊഴിച്ചിൽ, അങ്ങനെ ഒരു നമ്പർ ഓഫ് പ്രോബ്ലംസ് സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്നത്. ശരിക്കും ബേസിക്കലി സ്ട്രെസ്സിൻ്റെ ഒരു കാരണം തന്നെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സാണ്. നമ്മുടെ മനസ്സിൽ നമുക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സ് അക്യുമുലേറ്റ് ചെയ്ത് അത് പിന്നെ അതിൻ്റെ ഓരോ വിങ്ങായി മാറി സ്ട്രെസ്സാവും, ആങ്സൈറ്റി ആവും, പിന്നെ അതിൻ്റെ ഒരു ഡിപ്രഷൻ മോഡിലേക്കും അങ്ങനെ ഓരോരോരോ സ്റ്റേജിലേക്ക് സ്ട്രെസ് എത്തുന്നതാണ്. അതിൻ്റെ ഒരു ബേസിക് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഹൗവർ എങ്ങനെ വന്നാലും നമുക്ക് ചില സാഹചര്യങ്ങളിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് എടുക്കേണ്ടി വരാറുണ്ട്. അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ലൈഫിൽ ഇങ്ങനെ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ വേറൊരു പോയിന്റിൽ നമ്മളങ്ങനെ ചിന്തിക്കും. അതിനെ നമ്മളൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാണായാമ പോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയം വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. ഒരു സെൽഫ് ലവ് മോഡിലേട്ടൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെസ്സ് ശരിക്കും നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു പരിധിയിൽ കൂടുതൽ ഒന്നിനെയും തലയിലെടുത്ത് വയ്ക്കാതിരിക്കുക, ഒരു ഓവർ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവാതിരിക്കുക, അതൊക്കെയാണ് ശരിക്കും സ്ട്രെസ് മാനേജ്മെൻറ്റിന് നമ്മൾ ചെയ്യേണ്ടുന്നത്. സത്യത്തിൽ ഒരു സെൽഫ് ലവ് വേണം, എല്ലാവർക്കും ഒരു ബ്രേക്ക് വേണം, എല്ലാത്തിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കുക. ഒന്ന് നമ്മൾ പറയാറില്ലേ, ഈ യുദ്ധഭൂമിയിൽ നിന്നൊന്ന് ഇറങ്ങി ബാക്ക് ഓഫ് ചെയ്ത് നിന്നിട്ട് അങ്ങനെ നമ്മൾ കാണാൻ ശ്രമിക്കണം എന്നുള്ളത്, യുദ്ധത്തിനെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ വെൻ യു ആർ ഫീലിംഗ് സ്ട്രെസ്, കം ഔട്ട് ഓഫ് ദറ്റ് സിറ്റുവേഷൻ ആൻഡ് ട്രൈ ടു സീ യുവർ സെൽഫ്. ഒന്ന് അകത്തേക്ക് നോക്കിയാൽ മതി, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്കുള്ള പിന്നെ അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ 10 മിനിറ്റ് ഇരിക്കാനില്ലാത്തതാണ് എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. സ്ട്രെസ് മാനേജ്മെൻറ്റിന് ചികിത്സകളായിട്ട് ആയുർവേദത്തിലുള്ളത് ഈ സ്ട്രെസ്സിനെ തുടർന്നുണ്ടാവുന്ന ഉറക്കക്കുറവിനും അങ്ങനെ വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ഹെഡ് മസാജ് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടെ ഒരു ശിരോധാര ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ചികിത്സകളായിട്ട് വരിക. ഇതല്ലാതെയും വേറെ രീതിയിലുള്ള ചികിത്സകൾ നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നുണ്ട്. മനസ്സിൻ്റെ സ്ട്രെസ്സ് ആദ്യം മനസ്സിലായിരിക്കും സ്ട്രെസ് ഉണ്ടാവുക, അത് അക്യുമുലേറ്റ് ചെയ്ത് പിന്നെ ശരീരത്തിലേക്കും അത് കടക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ ടെൻസ്ഡ് ബോഡി മസിൽസ് എന്നും അങ്ങനെ സോ കോൾഡ് ഒരുപാട് കാര്യങ്ങളിലേക്ക് അതെത്തും. ശരിക്കും ഇതിൻ്റെ എല്ലാം പ്രശ്നം മനസ്സിലാണ്, പിന്നെ അത് ശരീരത്തിലേക്ക് അക്യുമുലേറ്റ് ചെയ്യണമെന്ന് മാത്രം. അപ്പം ഇതിനുള്ള ചികിത്സകളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ശരീരത്തിൽ വരുന്ന ഓരോ അസുഖങ്ങളും മനസ്സുമായിട്ട് വളരെയേറെ കണക്ഷനുണ്ട്. ആദ്യം നമ്മുടെ അസുഖങ്ങൾ നമ്മുടെ മനസ്സിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് ശരീരത്തിലേക്ക് വരുന്ന ഒരവസ്ഥയൊക്കെ ശരിക്കും ഉണ്ട്. ഇപ്പോൾ മനസ്സിൻ്റെ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ നമ്മൾ നന്നായിട്ട് ബാലൻസ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു റെമഡി. സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾസ്, നെഗറ്റീവ് തോട്ട്സ്, ഇതൊക്കെ അതിൻ്റെ ഒരു ബേസിക് റെമഡീസാണ്. നമ്മളോട് തന്നെ രാവിലെ റെഡിയായിട്ട് ഇറങ്ങുമ്പം കണ്ണാടി നോക്കി ഒരു ഹൈ ഫൈ ഒക്കെ പറഞ്ഞിട്ട് ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നതിനോടുള്ള നമ്മൾക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. എല്ലാവരോടും ഒന്ന് നോക്കി ചിരിക്കാൻ പറ്റണത് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ നമുക്ക് തന്നെ ചെയ്യാവുന്ന ചെറിയ റെമഡീസ് ഉണ്ട്. കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് റിലീഫ് ഉണ്ടാവാറുണ്ട്.